വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വലിയ ധനികരായിട്ടുള്ള മനുഷ്യർ ഒന്നുമില്ലാത്ത സ്നാപക യോഹന്നാൻ്റെ അടുത്ത് ഉപദേശം തേടി വരുന്നു. കാരണം സ്നാപകനിലൂടെ പുറപ്പെട്ട ദൈവവചനം ഇവരുടെയെല്ലാം ഹൃദയങ്ങളെ മുറിപ്പെടുത്തി എന്ന് വളരെ വ്യക്തമാണ്. വരാനിരിക്കുന്ന ദൈവക്രോപത്തെ പറ്റിയുള്ള ബോധം ഇവരുടെ ഉള്ളിൽ ഉണർന്നു. രക്ഷപ്പെടണം എന്ന ആഗ്രഹം വന്നു. അവരുടെ തന്നെ അന്തരംഗം, ഈ ചുങ്കക്കാരുടെ അന്തരംഗം അവരെ സദാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ കുറ്റപ്പെടുത്തലിൻ്റെ ശബ്ദമാണ് സ്നാപകന്റെ അധരങ്ങളിലൂടെ അവർ കേട്ടത്. അതായത്, ഒരു മനുഷ്യനെ അവൻ്റെ ആന്തരാത്മാവ് കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ അത് ദൈവസ്വരമാണത്. അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നുവെങ്കിൽ അവന് രക്ഷപ്പെടാം. അല്ല എങ്കിൽ വരാനിരിക്കുന്ന ക്രോധത്തിൽ നിപതിക്കും. ചുങ്കക്കാര് റോമൻ ഭരണാധികാരികൾക്ക് വേണ്ടി ഇസ്രായേൽക്കാരിൽ നിന്നും ചുങ്കം പിരിച്ചിരുന്ന ഇസ്രായേൽക്കാർ സ്വന്തം ജനത്തിൽ നിന്നും അമിതമായി ചുങ്കം പിരിച്ച് ഈ ജനത്തെ ദ്രോഹിച്ചിരുന്നവർ. പാപികളുടെ ഗണത്തിലാണ് ചുങ്കക്കാരെ യഹൂദന്മാർ പരിഗണിച്ചിരുന്നത്. കാരണം അവർ ജനവഞ്ചകരാണ്. യഥാർത്ഥത്തിൽ അവരത് ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യും. റോമക്കാരുടെ ഭരണമാണ്, അവർ ചുങ്കം പിരിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇവർക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതിൽ കൂടുതൽ പിരിച്ചുകൊണ്ടാണ് ഇവർ ധനികരാകുന്നത്. അവരുടെ സ്വാധീന ശക്തിയും അധികാരവുമെല്ലാം അവർക്കത് ചെയ്യുവാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. എന്നാൽ ദൈവവചനത്തിന് മുൻപിൽ ഈ തിന്മ അവർക്ക് ബോധ്യപ്പെടുന്നു. എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമായ ഒരു വചനഭാഗമാണിത്. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ പറയുന്നത് പഴയ നിയമത്തിൻ്റെ ധാർമ്മികതയാണ്. പുതിയ നിയമത്തിലേത് ഇതിനേക്കാൾ 1000 മടങ്ങ് ഉന്നതമാണ്. പഴയ നിയമത്തിൻ്റെ ധാർമ്മികത പോലും പുലർത്താൻ സാധിക്കാത്ത ഒരു ജനത്തിന്മേൽ വരാനിരിക്കുന്ന ദൈവശിക്ഷയെ പറ്റിയാണ് സ്നാപകൻ പ്രസംഗിച്ചത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ഒരു ധാർമ്മിക നിലവാരത്തിലേക്ക് എത്താൻ ഈ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം? അവര് നിയമാനുസൃതമല്ലാത്തത് ഒന്നും ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, അഴിമതി നിറഞ്ഞ ഒരു സംവിധാനത്തിന് കീഴിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരും ആ അഴിമതി സംവിധാനത്തിൻ്റെ ഭാഗമായ ഉദ്യോഗസ്ഥരുമാണ് ഇവിടുത്തെ പ്രതിപാദന വിഷയം. ഓരോ സമൂഹത്തിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ ഇടയിൽ ഒരുവൻ മാത്രം അഴിമതി ചെയ്യാതെ മാറി നിന്നാൽ അവൻ എത്രമാത്രം ആക്രമിക്കപ്പെടുമെന്നും ഒറ്റതിരിക്കപ്പെടുമെന്നും അവനെ ഏതെല്ലാം രീതിയിൽ ഇവർ ഉപദ്രവിക്കുമെന്നും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇടുങ്ങിയ വഴിയിലൂടെ നടക്കാനുള്ള ഒരു വിളിയാണിത്. മറ്റൊന്ന്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന ദൈവകൽപ്പനയുടെ പ്രഘോഷണമാണ് ഇവിടെ നാം കേൾക്കുന്നത്. അധ്വാനിക്കാത്തതും അർഹതയില്ലാത്തതും കൈവശപ്പെടുത്തുന്ന സകല ആളുകളുടെയും ഹൃദയങ്ങളെ കുത്തിമുറിവേൽപ്പിക്കുന്ന കർത്താവിൻ്റെ ശബ്ദമാണിത്. എനിക്ക് അർഹതപ്പെടാത്തതാണോ, എൻ്റെ അധ്വാനം കൊണ്ട് നേടിയതാണോ, അല്ലയോ എൻ്റെ കൈവശം ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുകയും അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ വരാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്നും ആര് ഇത്തരക്കാരെ രക്ഷപ്പെടുത്തും? Have a blessed day to all of you.